വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനരെ, പത്മനാഭൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ വിഷയമാക്കി ഗവേഷണം ചെയ്ത ഒരാളാണ്. അങ്ങനെയല്ല പറയേണ്ടത്, അദ്ദേഹത്തെ വിഷയമാക്കി ഗവേഷണം ചെയ്ത ഒരുപാട് പേരിൽ ഒരാളാണ്. കാരണം ചില മനുഷ്യർ അങ്ങനെയാണല്ലോ, സാധ്യതകൾ ഇങ്ങനെ നമ്മൾ എത്രത്തോളം അവരെ പഠിക്കുന്നതോറും പിന്നീടും ആ ഒരു സാധ്യതകൾ ഇങ്ങനെ അവസാനിക്കാതെ അതിങ്ങനെ വലിയ വൻവൃക്ഷങ്ങളെ നമ്മൾ നോക്കി കാണുന്നത് പോലെ ഓരോ സ്ഥലത്തിൽ നോക്കുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾക്കനുസരിച്ച് നമ്മുടെ മൂഡ്സിനനുസരിച്ച് ആ വൃക്ഷങ്ങൾ ഓരോ ദൃശ്യങ്ങൾ നമുക്ക് തരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഒരു വൻവൃക്ഷം. ഞാൻ അദ്ദേഹത്തിന്റെ കൃതികളിലെ ശരിക്കും ഒരു സോഷ്യോളജിക്കലായുള്ള ഒരു സ്റ്റഡി ആയിരുന്നു എൻ്റെ ഗവേഷണം. മധ്യവർഗത്തിന്റെ ഒരു ഫോർമേഷൻ, ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെ ഒരു എങ്ങനെയാണ് മധ്യവർഗം ഉണ്ടായി വന്നത്, മധ്യവർഗത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് മധ്യവർഗ സ്ത്രീകളെ എങ്ങനെയാണ് സിനിമയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ പത്മരാജന്റെ വളരെ ജനപ്രിയമായിട്ടുള്ള സിനിമകളിൽ നിന്ന് മധ്യവർഗ സ്ത്രീകളുടെ ഒരു പ്രതിനിധാനം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് വന്നത്. അതിനൊക്കെ മുമ്പ് തന്നെ ഏകദേശം ഒരു കൗമാരകാലത്ത് അദ്ദേഹത്തിന്റെ, ഇപ്പോ മേരി ടീച്ചർ അന്നേരം പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ഞാനും കണ്ടത് ഈ ദേശാടനക്കിളി കരയാറില്ല എന്നുള്ള ഒരു സിനിമയാണ്. അന്നൊന്നും ഇങ്ങനെ സിനിമ കാണുമ്പോൾ സംവിധായകനെ കാണുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ നമുക്കാർക്കും. പക്ഷെ ഒരു വ്യത്യസ്തത, അന്ന് വരെ കണ്ട സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കഥാതന്തോ അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യസ്തത ആ സിനിമയ്ക്കുണ്ട് എന്ന് തോന്നിയിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇത്തരം സിനിമകളിലെ ഒരു എന്താ പറയാ, ഒരു കുറേയധികം സിനിമകൾ ഇങ്ങനെ എന്തോ നമ്മളിൽ അവശേഷിപ്പിക്കുന്ന സിനിമകളുടെ എല്ലാം പിറകിൽ ഇതുപോലെ ഒരാളുണ്ട് എന്നുള്ള ഒരു അറിവ് കിട്ടുന്നതും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നതും ഒക്കെ. ഞാൻ അദ്ദേഹത്തിന്റെ നായികമാരെ കുറിച്ചാണ് പഠിച്ചത്. പിന്നീട് ഗവേഷണമൊക്കെ കഴിഞ്ഞ് തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കേസ് കിട്ടിയതിന് ശേഷവും അദ്ദേഹത്തിന്റെ നായികമാരിങ്ങനെ പിന്നീടും പല സംസാരങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലുള്ള സംസാരങ്ങളിലും എഴുത്തുകളിലും ഒക്കെ തന്നെ പിന്നീട് വരുമ്പോഴാണ് ഞാൻ അന്ന് എഴുതിയതൊക്കെ കുറച്ച് തിരുത്താമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ചില സിനിമകളെ കുറിച്ചൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതും കൂടിയൊക്കെ പറയാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സാധ്യത അവശേഷിപ്പിക്കുക എന്നുള്ളതാണ് മഹാനായ കലാകാരന്മാരുടെ എല്ലാം. നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ക്രാന്തദർശിത്വം എന്നൊക്കെ പറയാറുണ്ട്. കാലങ്ങൾക്ക് അതീതമായിട്ട് എല്ലാ കാലത്തെയും അതിജീവിക്കാൻ കഴിയുക, എല്ലാ കാലത്തെയും അഭിസംബോധന ചെയ്യാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കവികളെ കുറിച്ച് പറയുമ്പോൾ കുമാരനാശാനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോ ഇവിടെ പത്മരാജന്റെ നായകന്മാരെ ഞാൻ അതിനെ മധ്യവർഗത്തിന്റെ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മൾ ഈ സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു ടോട്ടാലിറ്റിയിൽ അഡ്രസ് ചെയ്യുന്നത് എപ്പോഴും മധ്യവർഗത്തിനെ ആയിരിക്കും. ഇപ്പോൾ ഒരു സിനിമ റിലീസാകുമ്പോൾ അതിന്റെ ഒരു വിജയം തീരുമാനിക്കുന്നത് മധ്യവർഗമാണ്. നമ്മുടെ ഇലക്ഷൻ തീരുമാനിക്കുന്നതിന്റെ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് മധ്യവർഗമാണ്. പിന്നെ ഈ മധ്യവർഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലക്ച്വേഷൻ ആണ്. പറഞ്ഞ പോലെ അവര് എപ്പോഴും മാറ്റങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമായിരിക്കില്ല. ഇവിടെ പത്മരാജന്റെ നായികമാർ എന്ന് പറയുന്നൊരു വലിയ വിഷയമാണ്. ഒരുപാട് നായികമാരുണ്ട്, ഞാൻ പറയുമ്പോൾ ഒരുപാട് പേരെ വിട്ടുപോവുകയൊക്കെ ചെയ്യും. എങ്കിലും എനിക്ക് അദ്ദേഹത്തില് പ്രിയങ്കരമായി തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഈ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ട് ആദ്യകാലത്ത് നിങ്ങൾക്കറിയാം മലയാള സിനിമയൊക്കെ ഉണ്ടായ കാലം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യും. ബാക്കിയൊക്കെ ഈ ഫെമിനിൻ മിസ്റ്റേക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു കുടുംബത്തിനകത്തെ ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ നല്ല വീട്ടമ്മ എന്നൊക്കെയുള്ള രീതിയിൽ വളർന്നു വരുന്ന നായികമാരെയാണ് നമ്മൾ കാണുന്നത്. ഇനി എങ്ങാനും അവർ ഈ ബോർഡർ ലൈൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവര് മോശം സ്ത്രീകളായിരിക്കും. കഥാന്ത്യത്തിൽ അവർ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പത്മരാജൻ വില്ലത്തികളെയല്ല, നായികമാരെ തന്നെ ഈ ബോർഡർ ലൈനുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ ശീലിച്ചു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ക്ലാര, നമുക്കറിയാം വളരെ ഒരു ദുരൂഹമായ ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, സ്വന്തം ശരീരം വിൽക്കാൻ തീരുമാനിച്ചുകൊണ്ട് നഗരത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും സിമ്പിളായ, ഏറ്റവും ലളിതമായ, ഏറ്റവും മനോഹരമായ സാധ്യത അല്ലെങ്കിൽ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫർ എന്ന് പറയുന്നത് മാടമ്പിയായ പ്രമാണിയായ ജയകൃഷ്ണന്റെ ഭാര്യ പദവിയാണ്. പക്ഷേ അവൾ അതിനെ തിരസ്കരിക്കുന്നു.
അപ്പോ അത് ഒരു എന്താ പറയാ സാമ്പ്രദായികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അവളുടെ അരാജകത്വവും നിസ്സഹായാവസ്ഥയും ഒക്കെ നമ്മൾ ഈ സാധാരണ ഇത്തരം ഫീൽഡിലേക്ക് വരുന്ന പെൺകുട്ടികൾ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ തന്നെയും എന്തുകൊണ്ട് അവൾ ആ ഓഫർ നിരസിച്ചു? പക്ഷെ അതിന് ക്ലാര പറയുന്ന കാരണം ഭീകര റീസൺ ആണ് അല്ലെ, എന്തായാലും മരിക്കും, എന്നാൽ പിന്നെ ആശ തീർത്തിട്ട് മരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ഏതെങ്കിലും ഒരു നായിക അത് പറയാൻ ധൈര്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുടുംബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് താൻ അടയ്ക്കപ്പെടേണ്ട അല്ലെങ്കിൽ താൻ ആകപ്പെടേണ്ട ഒരു ചട്ടക്കൂടിൽ നിന്ന് വളരെ വിദഗ്ധമായി പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികൾ. ഇപ്പൊ നമ്മൾ കള്ളൻ പവിത്രന്റെ കാര്യം പറഞ്ഞു, അതില് ദമയന്തി തന്റെ കുടുംബത്തെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തനിക്കായി സമൂഹം കൽപ്പിച്ചു തന്ന കുടുംബമല്ല, മറിച്ച് താൻ ആഗ്രഹിക്കുന്ന കുടുംബത്തിലാണ് താൻ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ തന്നെയാണ് അവൾ വേണ്ട എന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു പകയോടുകൂടി പെരുമാറുകയും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് സിനിമകളിൽ ഇപ്പൊ സാവിത്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പത്മരാജന്റെ ആദ്യത്തെ തിരക്കഥയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. 1975 തിരക്കഥയാണ് പ്രയാണം. അപ്പോ അതിനകത്ത് ഈ ഒരു നമ്പൂതിരി ക്ഷയിച്ച ഒരു നമ്പൂതിരി കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളെ വിവാഹം കഴിപ്പിച്ച് അവളുടെ ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു വൃദ്ധനായ നമ്പൂതിരിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. അവിടെയും ഈ പറഞ്ഞ സോക്കോൾഡ് ഫെമിനിൻ മിസ്റ്റിക്സ് ആണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു കുട്ടിയുണ്ട്, അയാൾക്ക് ആ കുട്ടിയുടെ അമ്മയായിട്ടിരിക്കുക, അയാളുടെ വൃദ്ധ കാമനകളെ സംതൃപ്തിപ്പെടുത്തുക. പക്ഷേ അവളും ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. രതിയിലേക്ക് നമ്മൾ വന്നാൽ രതിയിലും സംഭവിക്കുന്നത് മറിച്ചല്ല. ഈ കുടുംബം എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ചേർത്ത് വെക്കേണ്ട ഈ ഫെമിനിൻ മിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചേർത്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സോക്കോൾഡ് ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന പുരുഷാധിപത്യം, ലിംഗവിവേചനം, ഇതെല്ലാം ഈ പറയുന്ന സോഷ്യൽ കണ്ടീഷനിങ്ങിലേക്ക് കാലാകാലങ്ങളായി നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇനി എത്ര പ്രസംഗിച്ചാലും നമ്മളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരും ജോലി ചെയ്യേണ്ടവരും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ഈ പറഞ്ഞ സപ്പോർട്ട് ആ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ബ്രേക്ക് ചെയ്തു പോകുന്ന സ്ത്രീകൾ, നിങ്ങൾക്കറിയാം രതിനിർവേദത്തിലെ രതിയും പപ്പുവും കൂടി ശാരീരികമായി അടുക്കുന്നത് കാവിൽ വെച്ചിട്ടാണ്, സർപ്പക്കാവിൽ വെച്ചിട്ടാണ് അല്ലെ. അപ്പോ അത് എത്രത്തോളം ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന് എത്രത്തോളം സ്വീകാര്യമായ കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് പ്രയാണത്തിൽ സാവിത്രിയും അരവിന്ദനും കൂടി ഈ പറഞ്ഞ പോലെ അവരുടെ രണ്ടുപേരും കൂടി കാണുന്നതും അവരുടെ പ്രേമ മുഹൂർത്തങ്ങളും ഒക്കെ നടക്കുന്നതും അമ്പലത്തിൽ വെച്ചിട്ടാണ്, കാവിൽ വിളക്കെത്തിക്കാൻ പോകുമ്പോഴൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ പൊതുധാരകളെ ബ്രേക്ക് ചെയ്യുന്ന സ്ത്രീകൾ, എന്നാൽ ഇവരെ ചട്ടം പഠിപ്പിക്കുന്ന പുരുഷന്മാരില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പാട്രിയാർക്കിയുടെ ഒരു ഭീകര സാന്നിധ്യം പത്മരാജന്റെ പുരുഷന്മാരിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പത്മരാജന്റെ പുരുഷന്മാരെ കുറിച്ച് കൂടി പഠിക്കണം എന്നുള്ളത്. കാരണം ഞാനത് കുറച്ചൊക്കെ എഴുതിയതുമാണ്. പിന്നെ എല്ലാം ഇങ്ങനെ പത്മരാജനെ കുറിച്ച് പഠിക്കുമ്പോൾ കേൾക്കുന്നവർക്കെല്ലാം ഇങ്ങനെ പത്മരാജനെ കുറിച്ച് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ ഞാൻ എഴുത്ത് പകുതിയിൽ വെച്ച് നിർത്തിയത്. കുറച്ച് എഴുതിയിരുന്നു. അപ്പം ഒരുപാട് സാധ്യതകളുള്ള ഒരാളായതുകൊണ്ടാണ് നമ്മളെ പിന്നെ അങ്ങനെ എഴുതാൻ നിർബന്ധിക്കുന്നത്. പത്മരാജന്റെ പുരുഷന്മാർ ഒരുപാട്, ഇപ്പോ സാറ് പറഞ്ഞതുപോലെ കൂടവിടയിലെ മമ്മൂട്ടിയുടെ ഒക്കെ ക്യാരക്ടർ തോമസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ആദ്യമൊക്കെ വളരെ സൗമ്യനായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഭീകരമായ പുരുഷാധിപത്യ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാണ്, എന്റെ പെമ്പളയെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം എന്ന് ആലീസിനോട് ആക്രോശിക്കുന്ന തോമസിനെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് പോൾ പൗലോക്കാരൻ. നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പിലുള്ള സോഫിയിലെ രണ്ടാനച്ഛൻ. ഒന്നും പറയാനില്ലാത്ത വിധം വെറുപ്പിച്ചുകൊണ്ട് അത്രയും ഗംഭീരമായി തിലകൻ ചെയ്തിരുന്നൊരു കഥാപാത്രമാണ്. അവിടെയും അവളെ ഒരു തീരുമാനവും എടുക്കാൻ സമ്മതിക്കാതെ, സ്വതന്ത്രമായി ചിന്തിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ എന്താ പറയാ സ്വന്തം കരവലയത്തിനകത്താണെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ് അയാളെ കണ്ടിരിക്കുന്നത്. നമ്മള് മനോഹരമായ നായകൻ എന്ന് പറയുന്ന ജയകൃഷ്ണൻ പോലും
പല സന്ദർഭങ്ങളിലും ഇപ്പൊ രാധയോട് ജയകൃഷ്ണൻ കാണിക്കുന്ന ആദ്യത്തെ അപ്രോച്ചിലും ഒക്കെ നമുക്കറിയാം ആ ഒരു പുരുഷാധിപത്യം എന്ന് പറയുന്നത് എത്രത്തോളം ഗംഭീരമായി, എത്രത്തോളം എന്താ പറയാ, അതിന്റെ എല്ലാ ആർജവങ്ങളിലും കാണിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ആ സ്ത്രീകളുടെ റെസ്പോൺസിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ എല്ലാം അതിലംഘിക്കുന്നുണ്ട്. ഇപ്പൊ ഹരിശങ്കറിന്റെ കഥാപാത്രം, അത് മോഹൻലാലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സോറി പിന്നെ നിധിയുടെയും സാലിയുടെയും ആ ഒരു ഇതില് ദേശാടനത്തിൽ കരയാറില്ല, അതെ അത്. അപ്പൊ അതിലും നല്ല കുട്ടിയായിട്ട് ഇരിക്കണ്ടേ എന്നാണ് നിമ്മിയോട് ഹരിശങ്കർ ചോദിക്കുന്നത്. ഈ നല്ല കുട്ടി ഇമേജ്, ആ ഇമേജാണ് സ്ത്രീകളിൽ നിന്ന് സമൂഹവും പുരുഷനും എല്ലാം പ്രതീക്ഷിക്കുന്നത് എന്നിരിക്കെ ഞങ്ങൾ ആരും നല്ല കുട്ടികളല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ വന്ന് നിന്ന് പൊട്ടിച്ചിരിക്കുന്ന നായികമാരാണ് നമ്മൾ കാണുന്ന പത്മരാജന്റെ മിക്ക നായികമാരും. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊക്കെ നമുക്ക് ഇത്രയും സ്നേഹം തോന്നുന്നത്. കാരണം എങ്ങനെയാണ് ഒരു പുരുഷന്, ഞാൻ എപ്പോഴും എൻ്റെ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പുരുഷന് ഇത്രയധികം സ്ത്രൈണമായി ചിന്തിക്കാൻ കഴിയുന്നത്? ഒരു സ്ത്രീയുടെ അടക്കി വെച്ച വികാരങ്ങളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നത്? അതിനകത്ത് ഒരുപാട് സാധ്യതകൾ പിന്നീടുണ്ട്. ഇപ്പോ അതിനകത്ത് നമ്മള് ഈ പറയുന്ന പോലെ ലൈംഗികത എന്ന് പറയുന്ന ഒരു വലിയ സാധ്യതയുണ്ട്. പാശ്ചാത്യ സ്വാധീനം, സാമ്പത്തികമായ മേൽക്കോയ്മ എന്നൊക്കെ പറയുന്ന സാധ്യതകളുണ്ട്. ഇപ്പൊ നഗരം എന്ന് പറഞ്ഞ സാർ പെട്ടെന്ന് അപരനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അപരൻ എന്ന് പറയുന്ന, അപരനില് വിശ്വനാഥൻ നഗരത്തിൽ ചെല്ലുമ്പോഴാണ് വിശ്വനാഥൻ ഒരു അപരനുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഒരു മനഃശാസ്ത്രപരമായ കാര്യം കൂടിയാണിത്. കാരണം നഗരം എന്ന് പറഞ്ഞാൽ പവൻരാജ് സാറിന്റെ മിക്ക കഥകളിലും മിക്ക സിനിമകളിലും ഈ നഗരം ഒരു വലിയ ബിംബമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാവുന്ന തൂവാനത്തുമ്പികളുടെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജയകൃഷ്ണൻ ഗ്രാമത്തിൽ നിൽക്കുമ്പോൾ ജയകൃഷ്ണൻ പിശുക്കനാണ്, അല്ലെ? ജയകൃഷ്ണൻ മാടമ്പിയാണ്. ജയകൃഷ്ണൻ കുടിയെടുപ്പുകാരോടൊക്കെ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്ന ആളാണ്. തനി നാട്ടുപുറത്തുകാരനാണ്. എല്ലാ കാര്യങ്ങളിലും ഇച്ചിരി ചിട്ടയും കാര്യങ്ങളും ഒക്കെയുള്ള ആളാണ്. പക്ഷെ അതേ ജയകൃഷ്ണൻ നഗരത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ജയകൃഷ്ണൻ സംഭവിക്കുന്ന മാറ്റം എന്താ? ജയകൃഷ്ണൻ ധൂർത്തനാവുന്നു. പല പല ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന ജയകൃഷ്ണനാണ് നമ്മൾ കാണുന്നത്. ധൂർത്തനാവുന്നു, ഇവൻ ബിംബു വരെ ആവുന്നു, കൂട്ടിക്കൊടുക്കുകാരനാവുന്നു. അപ്പോ ആ ഒരു ചേഞ്ച് ജയകൃഷ്ണൻ എങ്ങനെ സംഭവിക്കുന്നു? നഗരം കൊടുക്കുന്ന ഒരു ചേഞ്ചാണ്. എനിക്ക് വളരെ തമാശ തോന്നിയ ഒരു കാര്യം, ജയകൃഷ്ണന് സ്വന്തം സുഹൃത്തിന്റെ ഒരു ആദ്യത്തെ ലൈംഗിക അനുഭവം, അശോകൻ ചെയ്ത കഥാപാത്രത്തിന്റെ ഋഷി, അയാളുടെ ആദ്യത്തെ ലൈംഗിക അനുഭവത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, പ്രായമൊക്കെ ആയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് സെറ്റപ്പ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അയാൾ അത് എന്തോ കല്യാണം നടത്തി കൊടുക്കുന്ന സന്തോഷത്തിൽ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ കാര്യത്തിൽ തന്നെ ക്ലാരയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ക്ലാര കന്യകയായിരുന്നു എന്ന് അറിയുന്ന ഒരു അവസ്ഥയിൽ ഭീകരമായിട്ട് ഞെട്ടുന്ന ഒരു ജയകൃഷ്ണനെ നമുക്ക് കാണാം. നിന്റെ ആദ്യത്തേതായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, ഒരിക്കലും ആദ്യത്തേതായിരുന്നു ഞാൻ അറിഞ്ഞില്ല, ഒരു പെൺകുട്ടിയുടെ നാശത്തിന് ഞാൻ കാരണമായല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, അതില് ആ വൈരുദ്ധ്യത്തെ വൈരുദ്ധ്യമായി നമുക്ക് തോന്നാത്തത് നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞ സോഷ്യൽ ആൻഡ് ഫാമിലി കണ്ടീഷനിങ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഒരു പുരുഷന് സംഭവിക്കുന്നത് പോലെയല്ല ഒരു സ്ത്രീക്ക് സംഭവിക്കുന്നത് പോലെ എന്നുള്ളത് നമ്മളിൽ അടക്കിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോ സോഫിയയുടെ കാര്യത്തിൽ നമുക്കറിയാം, നമുക്ക് പറക്കാൻ മുതിർത്തുപ്പുകളിൽ രണ്ടാനച്ഛൻ അവളെ നശിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും, ഞാൻ നശിപ്പിച്ചു എന്ന വാക്കാണ് കേട്ടോ ഉപയോഗിച്ചത്, രണ്ടാനച്ഛൻ അവളെ ശാരീരികമായി ആക്രമിച്ചു കഴിയുമ്പോഴേക്കും അവളുടെ അമ്മ സോളമന്റെ അമ്മയോട് പറയുന്ന ഒരു വാചകം, ആ ദുഷ്ടൻ എന്റെ കൊച്ചിനെ ഇല്ലാതാക്കി ചേച്ചി എന്നാണ്. ആ ഇല്ലാതാക്കലിൽ നിന്ന്, ഒരു കന്യകാത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ ക്യാരക്ടറിനോ അവളുടെ ഇഷ്ടങ്ങൾക്കോ ഒന്നും യാതൊരു താല്പര്യവും ഇല്ലാണ്ടായി പോകുന്നു. ഇത് അന്നത്തെ കാലത്തോ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമോ നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ റീസെന്റ് ഞാൻ പണി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെ മനോഹരമായ ഒരു സെന്റൻസ് തോന്നിയത്, ഇതേപോലെയുള്ള ഒരു സീനില് സീമ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മളുടെ ഇഷ്ടമില്ലാത്ത ഒരാള് നമ്മുടെ ശരീരത്തെ തൊടുകയാണെങ്കിൽ അതൊരു വണ്ടി വന്നിരിക്കുന്ന പോലെ, ഒരു ആക്സിഡന്റ് പോലെ അതിനെ സമീപിച്ചാൽ പോരെ എന്ന്. പക്ഷേ അതിലേക്ക് എത്താൻ മലയാള സിനിമ 2025 ആയി എന്നുകൂടി നമ്മൾ ആലോചിക്കുക, അല്ലേ? ഹിറ്റ്ലർ മാധവൻകുട്ടി സ്വന്തം അധ്യാപകൻ റേപ്പ് ചെയ്ത പെങ്ങളെ അധ്യാപകൻ തന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് മാതൃകയാക്കിയപ്പോ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ നല്ല മനസ്സ് പാടിയ ആളുകളാണ് നമ്മള്, അല്ലേ? അപ്പോ ഈ രീതിയിലുള്ള ഈ കന്യകാത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആദ്യ പുരുഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇതിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ ശരിക്കും ഒരു നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന ആ സിനിമ
സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ പത്മരാജൻ സാർ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേണു സാർ ഒക്കെ എഴുതിയ കാര്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, വളരെയധികം സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ക്ലൈമാക്സ് ഇങ്ങനെ തന്നെ വേണമായിരിക്കുമോ, ഇങ്ങനെ ആ ക്ലൈമാക്സ് ആണ് അദ്ദേഹത്തിന് പ്രിയങ്കരം. സോളമൻ അവളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ലൈമാക്സ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് എങ്ങനെ ഒരു സമൂഹത്തിന് ആക്സെപ്റ്റബിൾ ആകും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു സമൂഹം കന്യകാത്വം നഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഒരു കാമുകൻ രണ്ടാമത് സ്വീകരിക്കുക എന്ന് പറയുന്നതിനെ എങ്ങനെ സമൂഹം സ്വീകരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ആൻസർ തന്നെയുണ്ട്. പക്ഷേ എങ്കിലും അത് ധൈര്യപൂർവ്വം അതിനെ പിക്ചറൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ഒരു ആർജവം. ഒരു പെൺകുട്ടി ലൈംഗിക ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നോക്കട്ടെ ഇനി എനിക്ക് ആരൊക്കെ വിലയിടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി സങ്കല്പിക്കാൻ കഴിയില്ലായിരുന്നു അന്നത്തെ സമൂഹത്തിന്. സാവിത്രി ഭാര്യയാണ്, അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവൾ ആഗ്രഹിക്കുന്നതിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുള്ള കള്ളൻ ഭദ്രനില് ഭാര്യ ലൈംഗികത എന്ന് പറയുന്നത് ഭർത്താവിനെ നശിപ്പിക്കാനുള്ള ഒരു ഉപായമാക്കി മാറ്റുന്നു. നവംബറിന്റെ നഷ്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു സിനിമയുണ്ട്. നവംബറിന്റെ നഷ്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു സിനിമയുണ്ട്. എനിക്കറിയാം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും. എനിക്ക് പത്മരാജന്റെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതിൽ മീര എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. മീര ഈ പറയുന്ന ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലൂടെ വളർന്ന, ഇപ്പൊ അതിലൊക്കെയാണ് കേട്ടോ പത്മരാജന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത്. കാരണം ഞാൻ ഈ പ്രബന്ധം എഴുതുന്ന സമയത്ത് അതിനകത്ത് ഈ മീര കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഈ വൈൽഡ് ഡോഗുകള്, പിന്നെ ചെന്നായകള് ഇങ്ങനെ മീരെ ആക്രമിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ആ ഒരു ഇതെങ്ങനെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയപ്പോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പുസ്തകത്തില് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. മാനസിക സംഘർഷത്തിന്റെ പീക്കിലാണ് നമ്മൾ ഇത്തരം സ്വപ്നങ്ങൾ കാണുക. ഇത്തരം പട്ടി നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ടും ഇത്തരം ഇങ്ങനെ വൈൽഡ് ആനിമൽസ് നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ നിരന്തരം കണ്ടാണ് മീര എഴുന്നേൽക്കുന്നത്. ആ കുട്ടിക്ക് മാനസിക പ്രശ്നമുള്ള കുട്ടിയായിട്ട് തന്നെയാണ് ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ രീതിയിൽ എത്രയോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒക്കെ ഇനിയിപ്പോ എന്നെ പോലെ ഞങ്ങളുടെ തലമുറയിലുള്ള ആളുകൾ പഠിച്ചതിനേക്കാളും എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പകുതി മറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും സമയവുമില്ല. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഒരാളെ തുറന്നു വയ്ക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. കാരണം ഇനി അടുത്ത ജനറേഷനിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, നിങ്ങൾ കടന്നു വരുന്ന വഴികൾ വേറെയാണ്. അപ്പൊ നിങ്ങളുടെ ഇടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പത്മരാജന്റെ സിനിമകളെ പഠിക്കുമ്പോൾ 100 സാധ്യതകൾ വീണ്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും. അതിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. അതിന്റെ അടിസ്ഥാനം ഒരു മനുഷ്യൻ അയാളുടെ മാധ്യമത്തോട് കാണിച്ച ഒരു ആത്മാർത്ഥതയാണ്. ഓരോ ചലച്ചിത്രത്തിനും മുൻപും പിൻപും അയാൾ ഒരുങ്ങിയ ഒരുക്കമുണ്ട്. ആ ചലച്ചിത്രത്തിന് വേണ്ടി ചെയ്യുന്ന വർക്കിൽ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥതയുടെ ഒരു മൂല്യമുണ്ട്. സമൂഹത്തെ അത്രമേൽ സത്യസന്ധമായി കാണിക്കുക, അത് ഒരു വിഭാഗത്തെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെയും മാനസികമായി അവരെ അഡ്രസ് ചെയ്യുക. ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു പുരുഷൻ അത് അരങ്ങിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ദയവ് ചെയ്ത് പത്മരാജന്റെ എല്ലാ സിനിമകളും കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അതിലൂടെ ഇനിയും തുടർ പഠനങ്ങൾ ഒരുപാട് ഉണ്ടായി വരട്ടെ. നമ്മൾ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കാണാനും കണ്ടെത്താനും അറിയാനും ഒക്കെ നിങ്ങൾക്കും കഴിയട്ടെ. പിന്നെ അതുപോലെ ഞാൻ ലൈംഗികതയെ കുറിച്ച് പറഞ്ഞപ്പോൾ അനിമയുടെയും സാലിയുടെയും ഒക്കെ ഒരു ലെസ്ബിയൻ ലൈംഗികതയെ കുറിച്ച് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. എത്രയോ മനോഹരമായിട്ടാണ് അതൊക്കെ കൺസീവ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ജനറേഷനിൽ പോലും അതുപോലെയുള്ള സിനിമകളൊന്നും വരുന്നില്ല മലയാളത്തില്. അത്തരം സിനിമകൾക്കൊന്നും സ്ഥാനമില്ല. പക്ഷെ ആ ഒരു ഒന്നും ചെയ്യാനില്ല, വേറെ ഇനി പുതുതായിട്ട് ഒന്നും ചെയ്യാനില്ല. ആ രീതിയിൽ ഫാന്റസി വേണോ, പ്രണയം വേണോ, വൈരാഗ്യം വേണോ, വെറുപ്പ് വേണോ, കുടുംബം വേണോ, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോ ആ രീതിയിലുള്ള ഒരു ബഹുമുഖ പ്രതിഭയെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെ ഇനിയും ചുരുൾ നിവരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പത്മരാജൻ എന്ന പ്രതിഭയിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി.